3 വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട് 4-ന് തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ നടക്കും. അതേസമയം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ അമ്മ സന്ധ്യയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സനു കെ സജീവ് എന്നിവർ ചേർന്നു. ആദ്യം ജിജീഷിലേക്ക് എത്തുമ്പോൾ ജിജീഷ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി വളരെ വേഗം സനു കെ സജീവിലേക്ക് എത്തുമ്പോൾ, സനു, ഇപ്പോൾ കുട്ടിയുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ ആണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? ദേവിക, 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാതാവായിട്ടുള്ള സന്ധ്യയുടെ അറസ്റ്റ് ചെങ്ങമനാട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ആലുവ ഡിവൈഎസ്പി ഇവിടെ എത്തിയിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് ഈ കുറ്റം ചെയ്തതിന്റെ തെളിവുകളെല്ലാം തങ്ങളുടെ പക്കലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ചെങ്ങമനാട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇവർ നടന്നുപോയ പ്രദേശങ്ങളിലെ അടക്കം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഈ സന്ധ്യയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഒരു 15 മണിക്കൂറിലധികമായിട്ട് ഇവർ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അതായത് വിവിധ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിരുന്നു. ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജുവനൈൽ പോലീസും ഏതാനും മണിക്കൂറുകൾ മുൻപ് ഇവിടെ എത്തി ഈ സന്ധ്യനെ ചോദ്യം ചെയ്ത് അവരും പോയിരുന്നു. ഇതിനുശേഷമാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, ഡിവൈഎസ്പിയുടെ അതേപോലെ തന്നെ ചെങ്ങമനാട് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും തുടർന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഡിവൈഎസ്പി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ജിജീഷിലേക്ക് കൂടി എത്തുകയാണ്. ജിജീഷ്, ഇപ്പോൾ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ജിജീഷ്? ദേവ, 12:15 ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ 12:15 ആയിരുന്നു കല്യാണിയുടെ മൃതദേഹം ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഇതിനുശേഷം മൃതദേഹം മറ്റക്കുഴിയിലെ കോലഞ്ചേരി മറ്റക്കുഴി തിരുവാങ്കുളത്തെ മറ്റക്കുഴി വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. കുട്ടിയുടെ കല്യാണിയുടെ അച്ഛന്റെ ഇതാണ് ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. പൊതുദർശനത്തിന് ശേഷം അധികം വൈകാതെ തന്നെ 4:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. പൊതുശ്മശാനത്തിൽ തിരുവാണിയൂർ പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ജനപ്രതിനിധികൾ ഒപ്പം തന്നെ കുട്ടിയുടെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി മാത്രമായിരിക്കും കൃത്യമായ ഒരു മരണകാരണം മനസ്സിലാവുകയുള്ളൂ. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ അച്ഛന്റെ ബന്ധുക്കളും എല്ലാം തന്നെ ഉയർത്തിയിരുന്നു. 2 കുടുംബങ്ങളും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശാസ്ത്രീയ പരിശോധനകൾ ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് കുട്ടിയെ അമ്മ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്ന പരാതി കുട്ടിയുടെ അച്ഛന്റെ അച്ഛന്റെ ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നുണ്ട്. നിരവധി തവണ മർദ്ദിച്ചിട്ടുണ്ട്. 2 മക്കളാണ് ഇവർക്കുള്ളത്. അതിൽ കല്യാണിയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്നത്. മറ്റ് ആരെങ്കിലും കല്യാണിയെ അധികമായി സ്നേഹിക്കുന്നതോ ലാളിക്കുന്നതോ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നൊരു മൊഴിയാണ് നൽകുന്നത്. എന്നാൽ അതേസമയം തന്നെ മറിച്ച് കല്യാണിയുടെ അമ്മയുടെ വീട്ടുകാർ പറയുന്നത് എന്നത് ഇതുമായി ബന്ധപ്പെട്ട് തീർത്തും അടിസ്ഥാനരഹിതമാണ്. അവിടെ വലിയ പീഡനങ്ങളാണ് കുട്ടിയുടെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇതിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം 12:15 പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കല്യാണിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അവിടെ അടുത്ത ബന്ധുക്കളും ഒപ്പം തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹവുമായി ആംബുലൻസ് തിരുവാങ്കുളത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ശരി, ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. കാരണം വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പ്രാഥമികമായ ചില വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ ജിജീഷ്? അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക ഏതൊരു ഘട്ടത്തിലായിരിക്കും?
അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. കാരണം എല്ലാവരും തന്നെ അത് എന്താണ് മരണകാരണം അല്ലെങ്കിൽ മുങ്ങിമരണം തന്നെയാണോ എന്നത് സംബന്ധിച്ചെല്ലാമുള്ള സംശയങ്ങൾ ബാക്കിയായി നിൽക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. കുഞ്ഞിനെ നേരത്തെ തന്നെ കൊലപ്പെടുത്തിയ ശേഷമാണോ മൃതദേഹം വലിച്ചെറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല കുട്ടിക്ക് നേരത്തെ മർദ്ദനം ഏറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, സാനുക്ക് സജീവ് കൂടി ചേരുന്നുണ്ട്. സാനു, ഇപ്പോൾ ചെങ്ങമനാട് പോലീസ് കുട്ടിയുടെ അമ്മയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. വളരെ നിർണായകമായ എന്തെങ്കിലും മൊഴി അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ സാനു? ദേവിക, എന്തായാലും കുട്ടിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യനെ കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഡിവൈഎസ്പി നേരിട്ടെത്തി, അതായത് ആലുവ ഡിവൈഎസ്പി നേരിട്ടെത്തിയാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് അല്പം സമയം അവരെ ചോദ്യം ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ആരോപണമൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ ഇവർക്ക് കിട്ടിയിട്ടുള്ള പ്രാഥമിക തെളിവുകളുടെയും തുടർന്നുള്ള ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കുറ്റം ചെയ്തു എന്നുള്ള ഒരു ഉറപ്പിന്മേൽ പോലീസ് ഇപ്പോൾ കൊലക്കുറ്റം തന്നെ കേസെടുത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജില്ലാ പോലീസ് മേധാവി കൂടെ ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെത്തും. തുടർന്നായിരിക്കും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന നടപടികളൊക്കെ ഉണ്ടാവുക. എന്തായാലും മാനസിക പ്രശ്നമുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ സന്ധ്യയുടെ കുടുംബമൊക്കെ ആരോപിച്ചിരുന്നു. ഇതിലും ഏത് ഡോക്ടറെയാണ് കണ്ടത്, ആരാണ് ഇവർക്ക് മരുന്ന് നൽകിയിട്ടുള്ളത്, ആ ഡോക്ടറെ അടക്കം വിളിച്ചു വരുത്തി തെളിവെടുക്കുന്നതിനുള്ള നടപടികളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബം പരസ്പരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്കും, അതായത് ഭർത്തൃ വീട്ടിൽ നിന്ന് ഇവർക്ക് ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു, ഈ ഒരു ആരോപണത്തിലടക്കം ഇതിനു മുൻപും ഈ സന്ധ്യ മക്കളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു അടക്കമുള്ള ആരോപണങ്ങൾ പരസ്പരം രണ്ട് കുടുംബങ്ങളും ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നിമിഷം പറയാനുള്ളത്, സന്ധ്യയെ കൊലക്കുറ്റം ചുമത്തിക്കൊണ്ടാണ്, ഈ കുട്ടീനെ കൊലപാതകത്തിൽ കൊലക്കുറ്റം ചുമത്തിക്കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി കൂടെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഇവരെ കോടതിയിലേക്ക് അടക്കം ഹാജരാക്കുന്ന നടപടികളിലേക്ക് മുന്നോട്ട് പോകും. ദേവിക. ശരി സാനു, അതോടൊപ്പം തന്നെ ഇപ്പോൾ അമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഈ അമ്മയുടെ വീട്ടുകാരുടെ ആരോപണങ്ങളിൽ കലർപ്പുള്ളതായിട്ടോ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ടോ? കാരണം ഈ മാനസിക രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള ചില മാർഗങ്ങളായും ഇതിനെ കാണാമല്ലോ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ വ്യക്തത വന്നിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. എന്നിരുന്നാലും കല്യാണിയുടെ അമ്മ എന്ത് പറയുന്നു എന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ദേവിക, ഈ ഒരു കാര്യത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇവർക്ക് ഇത്തരം ഒരു ആരോപണം, അതായത് ഇത്തരം ഒരു വാദം ഉന്നയിക്കാൻ കാരണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നതിന് കഴിഞ്ഞ ഒരു മാസം മുൻപ് ഇവർ അങ്കമാലിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ആരോഗ്യപരമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഭർത്തൃ വീട്ടുകാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരം ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള വാദഗതികളിൽ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണങ്ങൾ അടക്കം പോലീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട്, ഈ നാടിന് നടുക്കിയിട്ടുള്ള ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഇവർക്ക് എന്താണ് മോട്ടീവ്, ഇവർ എന്ത് സാഹചര്യത്തിലാണ് ഇത് ചെയ്തത്, ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുണ്ടായ പീഡനത്തെ തുടർന്നാണോ ഇവർ ഈ കടുങ്കൈ ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തുടർ നടപടികൾ ജില്ലാ പോലീസ് മേധാവി കൂടി ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും മറ്റ് നടപടികൾ, ഇവരെ കസ്റ്റഡിയിൽ അടക്കം വാങ്ങുന്നതിലുള്ള നടപടികളുണ്ടാകും. അപ്പോൾ വിശദമായിട്ട് ചോദ്യം ചെയ്യലും ഈ തെളിവെടുപ്പുകളും മറ്റും ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദേവിയോ. ശരി, ജിജീഷിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ, ജിജീഷ്, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് പൊതുശ്മശാനത്തിൽ, തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിനായി എങ്ങോട്ടെങ്കിലും മാറ്റിയ സാഹചര്യമാണോ ഉള്ളത്? ശരി, സാനുവിലേക്ക് ഒരിക്കൽ കൂടി വരാം. സാനു, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നത്? മാത്രവുമല്ല, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇനി 1 മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പൊതുശ്മശാനത്തിൽ വെച്ച് കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നറിയാൻ സാധിക്കുന്നു.
തീർച്ചയായിട്ടും ദേവിക, സംസ്കാരത്തിനും മറ്റ് കാര്യങ്ങൾക്ക് പോലുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ കുട്ടിയുടെ പിതാവിൻ്റെ വീട്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ പിതാവിൻ്റെ വീട്ടുകാർക്കാണ് കുട്ടിയുടെ മൃതശരീരം വിട്ടുകൊടുത്തിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പ്, അതായത് സന്ധ്യയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതായത് അവരാവശ്യപ്പെട്ടത് തങ്ങളുടെ അതായത് കല്യാണിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ ബന്ധുക്കൾ, ഈ സന്ധ്യയുടെ ബന്ധുക്കൾ അടക്കം ഇവിടെ എത്തിയിരുന്നത്. എന്തായാലും അതിന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്തായാലും അതിനുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഇത് മറ്റൊരു കാര്യം കൂടെ, ഇവർ ഈ കൊലപാതകം ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ള കാര്യം എന്താണ്, ഇവർക്ക് ഇതിനൊരു മോട്ടീവായതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു അന്വേഷണം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവർ, അതായത് 13 വർഷമായി, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഈ കാലയളവിലെല്ലാം ഇവരുടെ കുടുംബത്തിലെ കലഹമുണ്ടായിരുന്നു. ഈ കലഹമാണോ ഇത്തരം ഒരു ദാരുണമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചത്? അത്തരം ഒരു കലഹത്തെ തുടർന്നാണോ ഇവർക്ക് ഇത്തരം ഒരു മാനസിക പ്രശ്നം ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഈ സന്ധ്യയുടെ ഭർത്താവിനെയും അതേപോലെ ഭർത്താവിന്റെ കുടുംബാംഗങ്ങളെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിനും ഉള്ള നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ചെങ്ങമനാട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ ഇതിനോടകം തന്നെ ആ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവരെ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്ന ഇത്തരം ഒരു കടുംകൈ ചെയ്യാനായിട്ട് ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇവർ അന്വേഷിക്കുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി കൂടി ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കൂടി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതിന് ഇവരെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇവരെ കോടതിയിലേക്ക് പോകുന്നൊരു നടപടികളൊക്കെ ഉണ്ടാവുക. എന്തായാലും ശരി സർ, എന്തായാലും കുട്ടിയുടെ മൃതദേഹം കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്.